ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേണം നമ്മൾ ബൈ ചെയ്യാനായിട്ട്. അത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പല ആളുകളും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാകുമ്പോഴാണ് വീണ്ടും ബാക്ക് ടു ആ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൊല്ലാപ്പ് ഒഴിവാക്കാം. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട കുറച്ച് ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ആണ് ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഈ നല്ല കമ്പനിയാണോ മോശം കമ്പനിയാണോ എന്ന് പൊതുവേ ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ക്രോസ് ചെക്ക് ചെയ്താണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അങ്ങനെയുള്ള ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് EPS അഥവാ ഏർണിംഗ് പെർ ഷെയർ ആണ്. ഇത് അർത്ഥമാക്കുന്നത് നമ്മളുടെ ഓരോ ആളുകളുടെ ഈച്ച് ഷെയറിൽ നിന്നും കമ്പനി എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കാണാനുള്ള ഫോർമുല നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ്. അപ്പോൾ EPS എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുക മാത്രമല്ല ഇതിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ലാസ്റ്റ് 5 ഇയറിന്റെ EPS നമ്മൾ എടുക്കുമ്പോൾ അത് 15% അഥവാ 15% ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് എക്സലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. 10 മുതൽ 15 വരെ ഉണ്ടെങ്കിൽ ഗുഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. 5 മുതൽ 10 വരെ ഉണ്ടെങ്കിൽ ഇത് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. 5-ന് താഴെ ആണെങ്കിൽ ഇത് വീക്കായ കമ്പനിയാണെന്ന് കൺസിഡർ ചെയ്യും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ EPS കമ്പനീനെ ക്രോസ് ചെക്ക് ചെയ്ത് നമ്മൾ കമ്പനീനെ വിശകലനം ചെയ്യേണ്ടത്. അടുത്ത ഫണ്ടമെന്റൽ പാരാമീറ്റർ ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാഷ് കൊണ്ട് കമ്പനി എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ROE കൊണ്ട് അർത്ഥമാക്കുന്നത്. ROE നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ EPS പോലെ തന്നെ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കണം. അതിനും ഒരു പ്രത്യേക ഫോർമുല ഉണ്ട്, കൂടാതെ തന്നെ പ്രത്യേക വാല്യൂ ഉണ്ട്. അത് ഇപ്രകാരമാണ്. ജനറലി ഹെൽത്തി ROE ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 20-ന് മുകളിലാണെങ്കിൽ എക്സലന്റ് ആയിട്ടും 15 മുതൽ 20 ആണെങ്കിൽ ഹെൽത്തി സ്ട്രോങ് ആയിട്ടും 12-നും 15-നും ഇടയിലാണെങ്കിൽ ആവറേജ് ആയിട്ടും 12-ന് താഴെ ആണെങ്കിൽ വീക്ക് ആയിട്ടുമാണ് ROE പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ROE കാണാനുള്ള ഫോർമുല ഇപ്രകാരമാണ്: നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അടുത്തതായിട്ടുള്ള മേജർ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഇത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. കമ്പനിക്ക് കൂടുതൽ കടം ഉണ്ടാകുന്നത് അത്ര നല്ലതല്ല. കമ്പനിക്ക് കൂടുതൽ കടം ഉണ്ടാകുന്നുണ്ട് അതിനർത്ഥം കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ കടത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു സ്പെസിഫിക് റേഞ്ചിലായിരിക്കണം. ആ റേഞ്ച് ഇപ്രകാരമാണ്. അത് 0 to 0.3 ആണെങ്കിൽ എക്സലന്റ് വെരി സേഫ് ആയിട്ടും 0.3 മുതൽ 0.6 വരെ ആണെങ്കിൽ ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ആയിട്ടും 0.6 മുതൽ 1 വരെ ആണെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്. 1-ന് മുകളിലാണെങ്കിൽ റിസ്ക് ആണ്. 2-ന് മുകളിലാണെങ്കിലോ ഹൈ റിസ്ക് ആണ്. കാരണം 2-ന് മുകളിൽ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കമ്പനി കൂടുതൽ കടം ആശ്രയിച്ചിരിക്കുന്നുണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു പാരാമീറ്റർ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പാരാമീറ്റർ സെയിൽസ് ഗ്രോത്ത് ആണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ കമ്പനി എത്രമാത്രം സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതൊരു വർഷത്തെ മാത്രം നോക്കിയ പോലെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ആവറേജ് സെയിൽസ് ഗ്രോത്ത് ഏകദേശം 10 മുതൽ 15% മുകളിൽ ഉണ്ടാകുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് പാരാമീറ്റർ ക്യാഷ് ഫ്ലോ ആണ്. കമ്പനിക്ക് ലിക്വിഡ് ആയിട്ട് എത്ര ക്യാഷ് ഉണ്ട് ക്രയവിക്രയം ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ക്യാഷ് ഫ്ലോ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആകുകയും വേണം. കൂടാതെ തന്നെ ഗ്രാജുവലി ഈ ക്യാഷ് ഫ്ലോ കൂടിയിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോഴാണ് കമ്പനി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നീടുള്ള 2 പ്രധാന പാരാമീറ്റേഴ്സ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങും FIIsന്റെ ഹോൾഡിങ്സും ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ പ്രൊമോട്ടേഴ്സ് വളരെ കൂടുതൽ ഹോൾഡിംഗ് ഉണ്ടാവുന്നതും അത്ര നല്ലതല്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ടാവുന്നതും നല്ലതല്ല. വളരെ കൂടുതൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ടാകുമ്പോൾ കമ്പനിക്ക് പല തീരുമാനങ്ങളും എടുക്കാൻ അവരുടെ തന്നെ പ്രൊമോട്ടേഴ്സ് തന്നെ വോട്ടിങ്ങിലൂടെ പല തീരുമാനങ്ങളും എടുക്കും. മറ്റുള്ള ആളുകൾക്ക് വലിയ റോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കൂടിയാലുള്ള ഒരു പ്രശ്നം. കുറഞ്ഞാലും ഇപ്രകാരം കമ്പനിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സിന്റെ കുറവാണെങ്കിൽ അതും അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് വേണം. പിന്നീടുള്ളത് FIIsന്റെ ഹോൾഡിങ്സ് ആണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനിയിൽ മാത്രമാണ് FIIs അവരുടെ സ്റ്റേക്ക് ബൈ ചെയ്യുകയുള്ളൂ. നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് FIIsന് എത്രമാത്രം ഹോൾഡിങ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അത് മാത്രമല്ല കമ്പനിയുടെ പാസ്റ്റ് ഇയറിൽ FIIsന്റെ ആ ഒരു ഹോൾഡിങ്സ് കൂടി വരുന്നുണ്ടോ എങ്കിൽ കമ്പനി ഹെൽത്തി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അതുപോലെ തന്നെ FIIsന്റെ ഹോൾഡിങ്സ് നിലവിലെ കമ്പനീസിൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ FIIs ആണല്ലോ ആദ്യമേ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്കും അത് ഒരു ഫ്ലാഗാണ്, റെഡ് ഫ്ലാഗ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും.
പിന്നീടുള്ള രണ്ട് ജനറൽ പാരാമീറ്റേഴ്സ് ആണ് കമ്പനി ഏത് ഇൻഡസ്ട്രിയിലുള്ള കമ്പനിയാണ്, ആ ഇൻഡസ്ട്രിക്ക് എന്തുമാത്രം പൊട്ടൻഷ്യൽ ആണ് ഉള്ളത്, ഇനി മുന്നോട്ട് ആ ഒരു ഇൻഡസ്ട്രിക്ക് വരുന്ന ചലഞ്ചസുകൾ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് വരുന്ന ഗുണകരമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, കമ്പനി ഒരു പർട്ടിക്കുലർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ബിസിനസ്സിന് റെലവൻസ് ഉണ്ടോ, ഈ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഈ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ടോ, പോലെയുള്ള പുതിയ സാങ്കേതികപരമായിട്ടുള്ള കണ്ടുപിടുത്തം അല്ലെങ്കിൽ കടന്നുവരവ് നമ്മുടെ കമ്പനീനെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വളരെ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിൽ ചില കമ്പനി ചെയ്യുന്ന ബിസിനസ് കാലക്രമേണ അപ്രസക്തമായി മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാരാമീറ്റേഴ്സ്, ജനറൽ പാരാമീറ്റർ നോക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പിന്നീടുള്ള ജനറൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഹയർ അതോറിറ്റിയിലുള്ള ആളുകൾ, കമ്പനിയുടെ CFO, CEO ഇങ്ങനെയുള്ള ആളുകൾ അവർ ഫ്രീക്വന്റ് ആയിട്ട് റിസൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഒരു ഹെൽത്തി കമ്പനിയെ സംബന്ധിച്ച് ഒരു ഈ ഹയർ പോസ്റ്റിലുള്ള ആളുകൾ പെട്ടെന്ന് റിസൈൻ ചെയ്യില്ല. അങ്ങനെ റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ ഇവർ റിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള CEO എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്ത് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നീട് നമ്മൾ നോക്കേണ്ട ഏറ്റവും ലാസ്റ്റും എന്നാൽ ഏറ്റവും റെലവന്റ് ഉള്ള ഒരു പാരാമീറ്റർ ആണ്, ഒരു ജനറൽ പാരാമീറ്റർ ആണ്, ഈ ഒരു കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെഡ് ഫ്ലാഗ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ നടക്കുന്നുണ്ടോ, കമ്പനിയുടെ MDയോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് എന്തെങ്കിലും കേസുകൾ ഉണ്ടോ, കമ്പനിക്ക് എന്തെങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയോൺമെന്റൽ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ, കമ്പനി ചെയ്യുന്ന ബിസിനസ്സിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും അപ്രൂവൽ പെൻഡിങ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ന്യൂസ് ബേസ്ഡ് ആണ് ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തേ പറ്റുള്ളൂ. മേൽ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് പോലെയുള്ള വളരെ മേജർ ആയിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് ഇതെല്ലാം ഓക്കെ ആയി നമ്മുടെ ടേബിളിൽ ഒരു കമ്പനിനെ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോകേണ്ടത്. ആദ്യം വേണ്ടത് കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഓക്കെ ആയ സ്റ്റോക്കിനെ മാത്രം നമ്മൾ നേരെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് നമ്മൾ എടുക്കുന്നു. അവിടെ നമ്മൾ വിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസുകൾ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. ദിസ് ഈസ് സിയ ദിലിക്കൽ. താങ്ക് യു.